ഫ്രണ്ട്സ്, ഇന്നലെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇതിന് കുറെ ഗിഫ്റ്റുകൾ കിട്ടി. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അൺബോക്സിംഗ് കൂടി ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിലൊന്നും പെടാത്ത കുറെ ഗിഫ്റ്റുകളുണ്ട്. നമ്മുടെ പേരൻസും കുറച്ച് ഫ്രണ്ട്സൊക്കെ തന്ന, ചിലര് ഗോൾഡ് തന്നു, ചിലര് ഡ്രസ്സ് തന്നു, ചിലര് ക്യാഷ് തന്നു. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് കാണിക്കാന്ന് കരുതി. ഇതിന് ആദ്യം കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇത്. ഇത് നോക്ക്, ഇതും ഇത് എടുക്കുമ്പോഴേ ഇത് സൗണ്ട് എടുക്കുന്നത് എന്താണ്. ഇത് ബർത്ത്ഡേക്ക് മുന്നേ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. ക്യൂട്ട് ഒരു സൈക്കിളും ബിൽഡിംഗ് ബ്ലോക്സും. ഇത് കണ്ടേ, ഇത് കൂടെ നോക്ക്. ഈ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ളതാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഓരോരോ, എല്ലാവർക്കും അറിയാം, ഇതേപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിള്ളേരുടെ ഒരു ബുദ്ധിയുടെ ഇതനുസരിച്ച്. ഇത് പക്ഷെ ഉണ്ടാക്കാറൊന്നും അല്ല. ഇത് ഓരോ കളേഴ്സും എടുത്ത് വെച്ച് കളിക്കാറേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. ഇത് 1+ ഏജിന്റെ ആണ്. അതായത് ഇതും യൂസ് ചെയ്യാവുന്ന തന്നെയാണ്. ഇവിടെ പിന്നെ എല്ലാ ടോയ്സിനകത്തും ഏജസും മന്ത്സും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റ് അവരുടെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. മാത്രമല്ല അതിലൊരു ആ ഒരു ഏജിനുള്ളത് ഡാമേജ് കാണത്തുമില്ല. ഇപ്പം 0+ മന്ത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മന്തിന് താഴെയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കലും കുഞ്ഞിന്റെ വായി പോകാനുള്ളതോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അപായം വരുന്നതോ അങ്ങനെയുള്ള ഒരു സാധനം അതിലുണ്ടായിരിക്കത്തില്ല. പിന്നെ ഇപ്പൊ പ്ലാസ്റ്റിക് ആയിരുന്നാലും എല്ലാം അങ്ങനെ നോക്കിയിട്ടായിരിക്കും ഇവിടുത്തെ ടോയ്സ് എല്ലാം ഉണ്ടാവാറ്. ഇതൊരു ഡ്രമ്മാണ്. ഇതാ ഫോട്ടോ കാണിച്ച് അതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തൊട്ട് തുടങ്ങിയ അത് കൊണ്ടുവന്ന ആള് തന്നെ അത് തുറന്നു കൊടുത്തത് കൊണ്ട് അപ്പോഴത്തൊട്ട് കൊട്ടാൻ തുടങ്ങിയതാണ്. ഇതിന്റെ കൂടെ ഒരു ചെയറും കൂടി ഉണ്ടല്ലേ? ഇതിന്റെ കൂടെ കിട്ടിയതാണ് ഈ കുട്ടി ചെയർ. നമുക്ക് ഈ ഗിഫ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഗിഫ്റ്റ് ഇതൊരു ട്രക്ക് വണ്ടിയാണ്. ഇതിന് വീട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 ഗിഫ്റ്റ് കിട്ടിയല്ലേ? പിന്നെ ഇതിന് കിട്ടിയ സ്മൈലി. ഇത് സ്മൈൽ. അങ്ങോട്ട് ഇത് ഹായ് ഹായ് ഹലോ. പിന്നെ ഇത് ഇതിന് കിട്ടിയ വേറൊരു ഗിഫ്റ്റ് ആണ്. ഇത് മ്യൂസിക്കൽ മാറ്റ്. ഇതിൽ നമുക്ക് ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മ്യൂസിക് വരും. ഒന്നാണ് ഇത്. കാറാണ് എന്തോ റിമോട്ട് ലോഡാണ്. റിമോട്ട് ലോഡ് അതിന്റെയാണ്. കുറച്ച് ഇതൊക്കെ ഉണ്ട്. ബാറ്ററി ഇട്ടിട്ട് വെള്ളം ചീറ്റി ഓടുന്ന സാധനമാണ്. വെള്ളം ചീറ്റും അത്. കൊള്ളാം. അത് ഇതൊന്ന് കാണിച്ചേതാണ്. ഹലോ ഹലോ വിളിച്ച്. ഇത് ഹലോ ഹലോ. അവനെ ഇപ്പൊ കൊല്ലും. ഇത് ഇങ്ങോട്ട് നോക്ക്. ഇത് ഇതാ നോക്ക്. ഹലോ ഹലോ. ഈ ചോക്ലേറ്റ്സ് പേരൻസിനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഇത് പാപ്പം കഴിക്കാനുള്ള സാധനം. പാപ്പം ആയില്ലേ? പിന്നെ സെറ്റ് രണ്ടാമത്തെയാണല്ലേ ഇത്. ഫസ്റ്റ് ജനിച്ചപ്പോഴേ കിട്ടി. ഇത് അടുത്തത്. ഇത് അവനിപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ പുറത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും പട്ടി ഉള്ളതുകൊണ്ട് എല്ലാരും ഇവിടെ പട്ടിയെ കൊണ്ടായിരിക്കും പോണം. ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും പല ബ്രീഡിന്റെ പട്ടി കാണും. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ബ്രീഡിനെയൊക്കെ ഇങ്ങനെ കാണുന്നതും. പട്ടിയെ തന്നെ മര്യാദയ്ക്ക് കാണുന്ന അവൻ ജനിച്ചിട്ട് ഇപ്പോഴാണ്. അപ്പൊ അവന്റെ കയ്യിൽ ഒരു ടോയും കൊടുത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാരെയും ഇത് ഇങ്ങനെ നടന്നു പോകുമ്പോ അവൻ ശ്രദ്ധിക്കും. എന്നിട്ട് അവന്റെ കയ്യിലെ ടോയ് താഴെ ഇട്ടിട്ട് അവൻ നോക്കും ഇത് പോകുന്നുണ്ടോ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് അവന് കുറച്ചുകൂടെ. പക്ഷെ ഇത് നടക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതില് നടക്കാൻ പറ്റും. ഇത് നടക്കും.
കൊണ്ടുപോകാം. പൊട്ടിച്ചു കൊടുക്കാം. അമ്മ പൊട്ടിച്ചേരട്ടെ, പൊട്ടിച്ചേരട്ടെ. ഉമ്മോട് അയ്യോ ഇതൊന്നും കിട്ടിയൊരു കാർഡ്, ബർത്ത്ഡേ കാർഡ്. അവിടെ നോക്ക്. വേറൊരു ബൗ ബൗ. സ്പൈഡർമാന്റെ ഒരു വാട്ടർ ബോട്ടിൽ, വലുതാകുമ്പോ സ്കൂളിൽ കൊണ്ടുപോവാം. ഒരു ക്യൂട്ട് ഡ്രസ്. ദുദുന് കോടി കിട്ടിയല്ലോ, കോടി. അടുത്ത ഇതാണ് ഒരു ലേണിംഗ് ഗെയിം. ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള ഒരു ലേണിംഗ് ഗെയിമാണ്. ഇതിപ്പോ പൊട്ടിക്കുന്നില്ല, കാരണം ഇത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ വലിച്ചു വാരി ഇടും. ഇത് പിന്നീട് കാണിച്ചു തരാം. ഇതിന്റെ പിക്ചർ കാണിച്ചു. ഇത് നോക്ക്. ഇതിൽ വീണ്ടും പോപ്പോ വന്നേ. ഇത് ഇതുനല്ല, ഇത് എനിക്കാണ്. കാറല്ലേ, റേസിംഗ് കാർ. ഇത് സ്ക്രൂ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഇളക്കണം. ആ ചോക്ലേറ്റിലിരിക്കുന്നത് ഫോൺ ഹേഴ്സ് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും ഉള്ള സമ്മാനം അല്ലേ മാഡം? മിൽക്കയുടെ ചോക്ലേറ്റ്സ്. ജർമ്മൻ ഫ്രണ്ട്സ് ആണ്. അവരെപ്പോഴും നമുക്കിങ്ങനെ ഗിഫ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. യുദുവിന്, എനിക്ക്, ഏട്ടന്, ബർത്ത്ഡേക്ക്, ആനിവേഴ്സറിക്ക്. ഈ ഗിഫ്റ്റിന്റെ വലിപ്പത്തിലല്ല കാര്യം, നമ്മളെ അവര് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ ആലസ്കുറ്റ് അച്ചുടാ. അയ്യോ, എനിക്ക് തോന്നുന്നു ഇത് കാത്തറിന്റെ അമ്മ ഉണ്ടാക്കിയതാകാനാണ് സാധ്യതയെന്ന് ഐ തിങ്ക്. അയ്യോടാ, ഇത് ഹലോ. ഇതോടെ കുഞ്ഞി റാബിറ്റ്. ഇത് ചെറുതായോണ്ട് ഇതൊരു ചെറിയ. അപ്പൊ ഇതൊക്കെയാണ് ഇതുവിന് കിട്ടിയ ഗിഫ്റ്റുകൾ. ഇനിയും കുറെ ഗിഫ്റ്റുകളുണ്ട്, പൊട്ടിക്കാത്ത ഗിഫ്റ്റുകൾ അല്ലേ വാള്? ഇനിയും ഞാൻ പറഞ്ഞില്ല, 2 ഗിഫ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് തന്നത് അങ്ങനത്തെ ഉണ്ട്. പിന്നെ വേറെ 2 ഫ്രണ്ട്സ് എന്ന ഗിഫ്റ്റാണിത്. പില്ലോയും പിന്നെ ഇതിന് ഡെക്ക് എന്ന് പറയും. ഇപ്പോൾ ഈ വിൻ്ററൊക്കെ വരെയല്ലേ, അപ്പോൾ ഇവന് നല്ല മൂടി പുതച്ച് സുഖമായിട്ട് കിടക്കാൻ പറ്റിയൊരു ഡെക്കയും. പിന്നെ ഇതിന് കിട്ടിയ വേറൊരു ഗിഫ്റ്റാണ് ഈ BMW ഈ ഒരു കാറ്. ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഈ കാറിലാണ് കറക്കം.
അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞു. ഞങ്ങള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കുറെ ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. അപ്പോ എങ്ങനെ എവിടെ വെച്ച് എല്ലാം ശരിയാവുമോ. ഇവിടെ സമ്മറാണ്, അങ്ങനെ തന്നെ നമ്മൾ ഇവിടുത്തെ ഗാർഡനിൽ തന്നെ ആക്കി. അപ്പൊ സംഭവം എല്ലാം സക്സസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ കുഞ്ഞിന് വേണം അല്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ. ബൈ.